നിങ്ങൾ ഫിഫ വേൾഡ് കപ്പ് 2026 കാണുന്നുണ്ടോ? അപ്പൊ നിങ്ങളെ എന്റർടൈൻ ചെയ്യാനായിട്ട് 48 രാജ്യങ്ങൾ ഫുട്ബോൾ ഫീൽഡിൽ പരസ്പരം ഏറ്റുമുട്ടുവാണ്. എന്നാൽ ജൂലൈ 20, 2026 രണ്ട് രാജ്യങ്ങൾ തമ്മിലായിരിക്കും ഇവിടെ ഏറ്റുമുട്ടുന്നത്. അവസാനം ഇവിടെ ഒരു ടീം മാത്രമായിരിക്കും വിജയമായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ പല സ്മോൾ ക്യാപ് ഫണ്ട്സും അവരുടെ റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഇവിടെ പൊരുതുവാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സ്മോൾ ക്യാപ് ഫണ്ട് കാറ്റഗറിയിലെ ജയൻസ് ആയ രണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അതാണ് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, അതുപോലെ തന്നെ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തും. സോ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് ഈ ഒരു കമ്പാരിസൺ ആയിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് നോട്ട്സ് നോക്കാം. അപ്പൊ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തും നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തും ഇത് രണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്സ് ആണ്. അപ്പൊ ഇത് സെബിയുടെ മാൻഡേറ്റ്സ് പ്രകാരം ഇവർ പോർട്ട്ഫോളിയോയുടെ കുറഞ്ഞ 65% സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ബെഞ്ച്മാർക്ക് BSE 250 സ്മോൾ ക്യാപ് TRI ആണ്. അതുപോലെ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ബെഞ്ച്മാർക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ് 250 TRI ആണ്. ഇപ്പൊ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് 25 ഫെബ്രുവരി 2020 ലോഞ്ച് ചെയ്തത്. അതേസമയത്ത് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് 16 സെപ്റ്റംബർ 2010 ഇത് ലോഞ്ച് ചെയ്തത്. ഇനി നമുക്ക് AUM അല്ലെങ്കിൽ അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഇപ്പൊ 31 മെയ് 2026 പ്രകാരം നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് AUM വരുന്ന ഏകദേശം 74,604 കോടിയാണ്. അതേസമയത്ത് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് AUM വരുന്നത് 27,219 കോടിയാണ്. ഇനി ഇവിടുത്തെ അടുത്ത ചോദ്യം വരുന്നത് ഇതാണ്: ആരാണ് ഈ രണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്സ് മാനേജ് ചെയ്യുന്നത്? അപ്പൊ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് മാനേജ് വരുന്നത് മിസ്റ്റർ മനീഷ് ഗുൻവാണിയാണ്. അപ്പൊ ജാനുവരി 2023 മുതൽ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. ഈ ഒരു സെയിം പീരീഡിൽ അദ്ദേഹം ബന്ധൻ AMCയിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിലവില് ഇക്വിറ്റി ഫണ്ട് മാനേജ്മെന്റ് ടീം ഹെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു മുന്നേ നിപ്പോൺ ഇന്ത്യ AMC അതുപോലെ തന്നെ ICICI പ്രൊഡൻഷ്യൽ AMCയുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ഇക്വിറ്റി ഫണ്ട്സ് ആണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ മിസ്റ്റർ കീർത്തി ജെയിൻ അദ്ദേഹം കാനറ HSBC ലൈഫ് ഇൻഷുറൻസിൽ അസിസ്റ്റന്റ് ഫണ്ട് മാനേജർ ആയിട്ട് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനു മുന്നേ സുന്ദരം മ്യൂച്വൽ ഫണ്ടില് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ടീമിൽ റിസർച്ച് അനലിസ്റ്റ് ആയിരുന്നു. അതുപോലെ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് മാനേജർ മിസ്റ്റർ സമീർ റച്ച് ആണ്. അപ്പൊ മിസ്റ്റർ സമീർ റച്ച് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചലർ ഓഫ് കൊമേഴ്സ് ഡിഗ്രി നേടിയിട്ടുണ്ട്. അതുപോലെ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ 31 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട്. 2007 നിപ്പോൺ ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് അനലിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം 15 വർഷത്തിലധികമായിട്ട് ഫണ്ട് മാനേജർ ആയിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെയിൻ എക്സ്പെർട്ടീസ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ് സ്റ്റോക്സിലുമാണ്. ഇനി നമുക്ക് ഈ രണ്ട് ഫണ്ടുകളുടെയും ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ച് നമുക്ക് നോക്കാം. ബന്ധൻ സ്മോൾ ക്യാപ്പിന് 250-ലധികം സ്റ്റോക്സോടെ ഒരു ഹൈലി ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ് ഉള്ളത്. പക്ഷെ ഫണ്ട് മാനേജറിന്റെ ഹൈ കൺവിഷൻ കമ്പനീസിൽ കുറച്ച് സ്റ്റോക്സിൽ മാത്രമാണ് പോർട്ട്ഫോളിയോ 1% വെയിറ്റ് ഉള്ളത്. ബാക്കി മെജോറിറ്റി സ്റ്റോക്സിനും ഓരോ സ്റ്റോക്സിനും നമ്മൾ നോക്കുകയാണെങ്കിൽ 1% കുറവ് വെയിറ്റ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്താൽ അല്ലെങ്കിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഓവറോൾ പോർട്ട്ഫോളിയോയിൽ വളരെ കുറവായിരിക്കും. ഇവിടെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന സ്ട്രാറ്റജി അല്ല അവർ ഫോളോ ചെയ്യുന്നത്. പകരം അബ്സല്യൂട്ട് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാനുള്ള അപ്രോച്ച് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അപ്രോച്ച് ഫണ്ടിന്റെ ലോ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ 0.22 നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഫണ്ട് മാനേജേഴ്സ് ലോങ് ടേമിൽ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യാനാണ് ഇവിടെ താല്പര്യപ്പെടുന്നത്. അതുപോലെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സിൽ അവർക്ക് സ്ട്രോങ് കൺവിക്ഷൻ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഫണ്ട് മാനേജേഴ്സ് ബോട്ടം അപ്പ് സ്റ്റോക്ക് സെലക്ഷൻ അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ വേറൊരു രീതി നമ്മൾ പറയുകയാണെങ്കിൽ സെക്ടർ ട്രെൻഡ്സിന്റെ പുറകെ പോകുന്നതിന് പകരം അവർ ഇൻഡിവിജ്വൽ സ്റ്റോക്സിന്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്, ബിസിനസ് ക്വാളിറ്റി, അതിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ അനലൈസ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതേസമയത്ത് നിഫ്റ്റി 500 ഇൻഡെക്സിന്റെ പുറത്തുള്ള ഓപ്പർച്യൂണിറ്റീസും ഫണ്ട് ആക്റ്റീവ്ലി ഇവിടെ നോക്കുന്നുണ്ട്, മെയിൻലി മൈക്രോ ക്യാപ് സ്പേസിൽ. അപ്പൊ ഇവിടെ അവർ പൊട്ടൻഷ്യൽ ഫ്യൂച്ചർ മൾട്ടി ബാഗർ സ്റ്റോക്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഇനി ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ അവരുടെ പോർട്ട്ഫോളിയോ ഏകദേശം 13 മുതൽ 14% ക്യാഷ് ബഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്യാഷ് അലോക്കേഷൻ മാർക്കറ്റ് കറക്ഷൻ സമയത്ത് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകും. അതേസമയത്ത് ഫണ്ട് മാനേജേഴ്സിന് അട്രാക്റ്റീവ് വാല്യൂഷന് ക്വാളിറ്റി സ്മോൾ ക്യാപ് അതുപോലെ തന്നെ മൈക്രോ ക്യാപ് സ്റ്റോക്സ് വാങ്ങാനുള്ള ഫ്ലെക്സിബിലിറ്റി നൽകുന്നുണ്ട്. അപ്പോൾ ഫണ്ട് ഒരു വെൽ ബാലൻസ്ഡ് റിസ്ക് പ്രൊഫൈൽ ആണ് ഉള്ളത്. ഇപ്പൊ ഇവരുടെ ടോപ്പ് 10 സ്റ്റോക്ക് ഹോൾഡിംഗ് ഒന്നിച്ച് ഓവറോൾ പോർട്ട്ഫോളിയോയുടെ 30% താഴെ മാത്രമേ ഇവിടെ അക്കൗണ്ട് ചെയ്യുന്നുള്ളൂ. അതേസമയത്ത് ഫണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്പിൾ സെക്ടേഴ്സിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവഴി അവർക്ക് സ്മോൾ ക്യാപ് ഇൻവെസ്റ്റിംഗ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റിസ്ക്കും ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ഫൈനാൻഷ്യൽ സർവീസ്, റിയൽറ്റി സെക്ടേഴ്സിലേക്കാണ് കൂടുതൽ അലോക്കേഷൻ ഉള്ളത്. അപ്പൊ ഈ രണ്ട് സെക്ടേഴ്സും ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ എക്സ്പാൻഷനിൽ നിന്ന് നല്ല ബെനിഫിറ്റ് നേടാൻ പൊട്ടൻഷ്യൽ ഉള്ള സെക്ടേഴ്സ് ആണ്. ബന്ധൻ സ്മോൾ ക്യാപ്പിന് റിലേറ്റീവ്ലി ലോ പി റേഷ്യോ ആണുള്ളത്. അപ്പൊ ഈ ഒരു ഫണ്ട് ഫോക്കസ് ചെയ്യുന്ന അണ്ടർ വാല്യൂഡ് ബിസിനസ്, ഇപ്പൊ മാർക്കറ്റിൽ ഔട്ട് ഓഫ് ഫേവർ ആയിട്ടുള്ള സൈക്കിൾക്ക് ടേൺ അറൌണ്ട് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ സ്ട്രോങ് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന റീസണബിൾ വാല്യൂഷൻ ലഭ്യമായ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഏകദേശം 20% ലാർജ് ക്യാപ് അതുപോലെ തന്നെ മിഡ് ക്യാപ് സ്റ്റോക്സിലേക്ക് അവർ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്.
മാർക്കറ്റിൽ ഇപ്പം വലിയ കറക്ഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ സിവിയർ ഡൗൺ ടേൺ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു അലോക്കേഷൻ പോർട്ട്ഫോളിയോക്ക് ഒരു പരിധി വരെ പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ സഹായിക്കും. ഇനിയിപ്പം വേറൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് എയും 2025 ഏപ്രിലിൽ ഏകദേശം 10,000 കോടിയായിരുന്നു. എന്നാൽ വെറും ഒരു വർഷത്തിനുള്ളിൽ 2026 മെയ് ആയപ്പോഴേക്കും 25,000 കോടിയിലധികമായിട്ട് ഇത് വളർന്നു. ഇനി നമുക്ക് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി നമുക്ക് നോക്കാം. ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് പോലെ തന്നെ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഏകദേശം 250 സ്റ്റോക്സോടെ ഒരു ഹൈലി ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ് ഉള്ളത്. അപ്പൊ പൊതുവെ ഒരു സിംഗിൾ സ്മോൾ ക്യാപ് സ്റ്റോക്കിന് പോർട്ട്ഫോളിയോയിൽ വലിയ വെയിറ്റേജ് ഉണ്ടാകില്ല. ഓരോ സ്റ്റോക്കിന്റെ അലോക്കേഷൻ പൊതുവെ 1% മുതൽ 2% വരെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു കമ്പനി ഫുള്ളി ഫെയിൽ ആയാൽ അതിന്റെ ഇമ്പാക്ട് ഫണ്ടിൽ വളരെ കുറവായിരിക്കും ഇവിടെ വരുന്നത്. ഇനി വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്ന കമ്പനികളുടെ കമ്പൈൻഡ് കോൺട്രിബ്യൂഷൻ പൊതുവെ ഫണ്ടിന്റെ ഓവറോൾ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മതിയാവും ഇവിടെ. ഈ ഫണ്ട് പ്രധാനമായിട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ടോപ്പ് 250 കമ്പനീസിന് പുറത്തുള്ള സ്മോൾ ക്യാപ് കമ്പനീസ് ആണ് തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഭാവിയിൽ ഒരു മിഡ് ക്യാപ്പോ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പോ ആയിട്ട് മാറാൻ സാധ്യതയുള്ള കമ്പനീസ് ആണ് ഫണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഫണ്ടിന് രണ്ട് മെയിൻ അഡ്വാൻറ്റേജ് ഇവിടെ നൽകുന്നുണ്ട്. ഒരു സൈഡിൽ സ്ട്രോങ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ, വേറൊരു സൈഡിൽ റിലേറ്റീവ്ലി അട്രാക്റ്റീവ് വാല്യൂഷനിൽ എൻട്രി ചെയ്യാനുള്ള അവസരവും. ഇപ്പൊ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ഏകദേശം 19% ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് പോലെ തന്നെ ഈ ഒരു ഫണ്ട് മെയിൻലി ബൈ ആൻഡ് ഹോൾഡ് ഇൻവെസ്റ്റ്മെന്റ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഫണ്ട് മാനേജേഴ്സ് അവർ ഹൈ കൺവിഷൻ സ്റ്റോക്ക് ഐഡിയാസ് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താല്പര്യപ്പെടുന്നത്. ഇനി സെക്ടർ അലോക്കേഷനെ പറ്റി നമ്മൾ പറയുമ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് കമ്പാരിറ്റീവ്ലി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്, ഓട്ടോ കോമ്പോണൻസ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് അതുപോലെ ഫൈനാൻഷ്യൽ സർവീസ് സെക്ടേഴ്സിലേക്കാണ് അവർക്ക് കൂടുതൽ എക്സ്പോഷർ ഉള്ളത്. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഒരു സിംഗിൾ സ്റ്റൈലിലേക്ക് ലിമിറ്റഡ് അല്ല. ഫണ്ട് ഗ്രോത്ത് അതുപോലെ തന്നെ വാല്യൂ ഇൻവെസ്റ്റിംഗിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റ് സൈക്കിൾ പ്യൂർ ഗ്രോത്ത് സ്റ്റോക്സ് അണ്ടർ പെർഫോം ചെയ്ത ഫണ്ടിന്റെ വാല്യൂ ഓറിയന്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഫണ്ടിന്റെ ഓവറോൾ പെർഫോമൻസിന് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഫണ്ട് അവരുടെ പോർട്ട്ഫോളിയോയുടെ 26% മിഡ് ക്യാപ് അതുപോലെ ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്കാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അലോക്കേഷൻ വഴി എക്സ്ട്രീം വോളറ്റിലിറ്റിയുടെ ടൈമിൽ പോർട്ട്ഫോളിയോ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് എയും ഏകദേശം 74,000 കോടിയാണ്. അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ് കാറ്റഗറിയിലെ ഏറ്റവും വലിയ ഫണ്ടാണിത്. അപ്പൊ ഇവരുടെ വലിയ സൈസ് കാരണം ഫണ്ട് ഹൗസ് ഇടയ്ക്കിടയ്ക്ക് ഫ്രഷ് ലംസം ഇൻവെസ്റ്റ്മെന്റ്സും പുതിയ SIP രജിസ്ട്രേഷനിലും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാറുണ്ട്. ഇത് ഇവരുടെ റിസ്ക് മാനേജ്മെന്റ് ഫിലോസഫിയുടെ പാർട്ടാണ്. എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിനെ ക്യാഷ് ഡ്രാഗിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം, പ്രത്യേകിച്ച് മാർക്കറ്റിലെ അട്രാക്റ്റീവ് സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവുള്ള സമയത്ത്. ഇനി നമുക്ക് ഫണ്ട് കമ്പാരിസണിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമുക്ക് ഈ രണ്ട് സ്മോൾ ക്യാപ് ഫണ്ടുകളുടെയും റിട്ടേൺസ് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളിപ്പോൾ ഈ ഒരു ടേബിളിൽ കാണുന്ന പോലെ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് അവരുടെ ബെഞ്ച് മാർക്കിനെ മാത്രമല്ല ഇവിടെ ഔട്ട് പെർഫോം ചെയ്തേക്കുന്നത്, പക്ഷെ അവർ കഴിഞ്ഞ 1, 3, 5, 7 അതുപോലെ 10 വർഷത്തിൽ കാറ്റഗറിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിൽ ഈ ഒരു ഫണ്ട് അവരുടെ കാറ്റഗറിയിലെ നമ്പർ 1 ഫണ്ടായിരുന്നു. ഇനി നമുക്ക് ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ പെർഫോമൻസ് നോക്കാം. ഈ ഒരു ടേബിൾ കാണുന്ന പോലെ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 1, 3 അതുപോലെ 5 വർഷത്തിൽ അവരുടെ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കൂടാതെ 3 ഇയർ അതുപോലെ 5 ഇയർ പീരീഡ്സിൽ രണ്ടിലും അവരുടെ കാറ്റഗറിയിൽ നമ്പർ 1 റാങ്ക് നേടിയിട്ടുണ്ട്. ഇനിയിപ്പം ഒരു ഇക്വിറ്റി ഫണ്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റിട്ടേൺസ് മാത്രം നോക്കിയാൽ പോരാ. നമ്മളിവിടെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു റിട്ടേൺസ് നേടാനായിട്ട് ഫണ്ട് എത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പോൾ കുറവ് റിസ്ക് എടുത്തുകൊണ്ട് ഒരു ഫണ്ട് സ്ട്രോങ് റിട്ടേൺസ് നൽകുന്നുണ്ടെങ്കിൽ ആ ഒരു ഫണ്ട് നമ്മൾ സ്ട്രോങ് പെർഫോമർ ആയിട്ടാണ് ഇവിടെ കണക്കാക്കാറുള്ളത്. സോ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ മെട്രിക്സ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ മെട്രിക് വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വിറ്റി ഫണ്ട് റിട്ടേൺസ് അതിന് ഹിസ്റ്റോറിക്കൽ ആവറേജ് റിട്ടേണെ കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഇപ്പം ഒരു ഇക്വിറ്റി ഫണ്ട് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൂടുതലാണെങ്കിൽ ആ ഒരു ഫണ്ട് വോളറ്റിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഹയർ റിസ്ക് ആണ്. ഇപ്പം നമ്മൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ അവർ സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് അവർ കാറ്റഗറി ആവറേജ് അതുപോലെ അവർ പിയേഴ്സിനേക്കാളും കുറവാണ്. അതായത് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫണ്ട് വോളറ്റിലിറ്റി ഇവിടെ കുറവാണെന്നാണ് ഇത് പറയുന്നത്. ഇനിയിപ്പം ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ അവരുടെ ബെഞ്ച് മാർക്കിനേക്കാളും ഇവിടെ കുറവാണ്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ കാറ്റഗറി ആവറേജിനേക്കാൾ ഇത് കൂടുതലാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഫണ്ട് അവരുടെ കാറ്റഗറിനെ വെച്ച് നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വോളറ്റൈൽ ആണെന്നാണ്. ഇനി നമുക്ക് ഷാർപ്പ് റേഷ്യോ നോക്കാം. ഷാർപ്പ് റേഷ്യോ മെഷർ ചെയ്യുന്നത് നമ്മൾ ഓരോ അഡീഷണൽ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് എത്രത്തോളം എക്സസ് റിട്ടേൺസ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ നമ്മളിവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഷാർപ്പ് റേഷ്യോ കൂടുതലാണെങ്കിൽ ഫണ്ടിന്റെ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ബെറ്റർ ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ഇപ്പൊ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് ഷാർപ്പ് റേഷ്യോ 0.74 ആണ്. ഇനിയിപ്പം വേറൊരു സൈഡിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് ഷാർപ്പ് റേഷ്യോ 1.1 ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഓരോ അഡീഷണൽ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് കൂടുതൽ എഫിഷ്യന്റ് റിട്ടേൺസ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഇത് നമ്മൾ വേറൊരു രീതി പറയുകയാണെങ്കിൽ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസിന്റെ ടേംസിൽ ബന്ധൻ സ്മോൾ ക്യാപ് ഫണ്ട് സ്ട്രോങ് പെർഫോമർ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. കൂടാതെ അവരുടെ കാറ്റഗറിയിൽ ഹയസ്റ്റ് ഷാർപ്പ് റേഷ്യോ ഉണ്ട്. ഇനി നമുക്ക് ബീറ്റയിലേക്ക് പോകാം.
അപ്പോൾ ഇവിടെ ബീറ്റ മെഷർ ചെയ്യുന്നത് ഓവറോൾ മാർക്കറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഫണ്ട് എത്രത്തോളം വോളറ്റൈൽ ആണെന്നാണ്. ഇപ്പം ഒരു ഫണ്ടിന്റെ ബീറ്റ ഒന്നിൽ കൂടുതലാണെങ്കിൽ മാർക്കറ്റിനേക്കാളും കൂടുതൽ വോളറ്റൈൽ ആയിട്ടായിരിക്കും ഇത് കണക്കാക്കുന്നത്. ഇനിയിപ്പോൾ ബീറ്റ ഒന്നിൽ കുറവാണെങ്കിൽ മാർക്കറ്റിനേക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി കുറവാണെന്നാണ് ഇത് കണക്കാക്കുന്നത്. ഇവിടെ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് ബീറ്റ 0.87 ആണ്. ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ബീറ്റ വരുന്നത് 0.92 ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ രണ്ട് സ്മോൾ ക്യാപ് ഫണ്ടുകളുടെയും ബീറ്റ ഒന്നിൽ കുറവാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓവറോൾ മാർക്കറ്റിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് ഫണ്ടുകളുടെ വോളറ്റിലിറ്റി ഇവിടെ കുറവാണെന്നാണ്. ഇനി നമുക്ക് സോർട്ടിനോ റേഷ്യോ നോക്കാം. അപ്പൊ മ്യൂച്വൽ ഫണ്ട് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് സോർട്ടിനോ റേഷ്യോ. എന്നാൽ ഇത് ഫോക്കസ് ചെയ്യുന്ന മെയിൻലി ഡൗൺ സൈഡ് റിസ്ക് ആണ്. ഇത് നമ്മൾ വേറൊരു രീതി പറയുകയാണെങ്കിൽ ഫണ്ട് ഡൗൺ സൈഡ് റിസ്ക് എടുത്തതിന് എത്ര എക്സസ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇവിടെ ഡൗൺ സൈഡ് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാർഗറ്റ് റിട്ടേൺ അല്ലെങ്കിൽ മിനിമം അക്സെപ്റ്റബിൾ റിട്ടേണേക്കാളും താഴെ വരുന്ന റിട്ടേൺസ് ആണ്. പിന്നെ ഇപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ സോർട്ടിനോ റേഷ്യോ 1.09 ആണ്. അതേസമയത്ത് ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് പ്ലാന്റെ സോർട്ടിനോ റേഷ്യോ വരുന്നത് 1.76 ആണ്. അപ്പോൾ സോർട്ടിനോ റേഷ്യോ കൂടുതലാണെങ്കിൽ ഫണ്ട് റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ് ബെറ്റർ ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ഡൗൺ സൈഡ് മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ഒരു മെട്രിക് ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇടിയുന്ന ടൈമിൽ ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട് ആണ് സ്ട്രോങ്ങർ പെർഫോമർ. അത് മാത്രമല്ല ഈ ഒരു കാറ്റഗറിയിൽ ഹയസ്റ്റ് സോർട്ടിനോ റേഷ്യോ ഉണ്ട്. ഇനി നമുക്ക് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോയും അതുപോലെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോസ് നോക്കാം. അപ്പൊ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ സൂചിപ്പിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് കയറുന്ന ടൈമിൽ ഇക്വിറ്റി ഫണ്ട് അവർ ബെഞ്ച് മാർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇപ്പം അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 100 കൂടുതലാണെങ്കിൽ മാർക്കറ്റ് കയറുന്ന ടൈമിൽ ഫണ്ട് അവരുടെ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ്. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 98 ആണ്. അതായത് റൈസിംഗ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് 10% കൂടുകയാണെങ്കിൽ ഈ ഒരു ഫണ്ട് ഏകദേശം 9.8% റിട്ടേൺസ് നൽകാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇവിടെ ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 101 ആണ്. അതായത് ഇപ്പോൾ റൈസിംഗ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് 10% കൂടിയ ഫണ്ട് ഏകദേശം 10.1% റിട്ടേൺ നൽകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റൈസിംഗ് മാർക്കറ്റിൽ ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ് കുറച്ചും കൂടി ബെറ്റർ പെർഫോമർ ആയിട്ട് നമുക്ക് ഇവിടെ കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയത്ത് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോയുടെ സൂചിപ്പിക്കുന്ന മാർക്കറ്റ് ഇടിയുന്ന ടൈമിൽ ഒരു ഫണ്ട് അവരുടെ ബെഞ്ച് മാർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം ഡിക്ലൈൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 100 താഴെയാണെങ്കിൽ ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാളും കുറവാണ് ഇടിഞ്ഞതെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇത് നോർമലി ഒരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 75 ആണ്. അതായത് ഡിക്ലൈനിങ് മാർക്കറ്റിൽ ബെഞ്ച് മാർക്ക് 10% ഇടിഞ്ഞാൽ ഈ ഒരു ഫണ്ട് ഏകദേശം 7.5% മാത്രമേ ഇടിയുന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയത്ത് ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ 78 ആണ്. അതായത് മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് ഇപ്പോൾ ഒരു 10% ഇടിഞ്ഞാൽ ഫണ്ട് ഏകദേശം 7.8% ഇടിയ അവിടെ. അപ്പൊ ഇവിടെ ഒരു മെട്രിക് ബേസ് ചെയ്ത് നോക്കിയാൽ മാർക്കറ്റ് ഇടിയുമ്പോൾ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ് കുറച്ചും കൂടി ബെറ്റർ പെർഫോമർ. ഇനി നമുക്ക് ഈ രണ്ട് സ്മോൾ ക്യാപ് ഫണ്ട്സിന്റെ എക്സ്പെൻസ് റേഷ്യോ നമുക്ക് നോക്കാം. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.54% ആണ്. അതേസമയത്ത് ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.33% ആണ്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 74,000 കോടി ഇയോമിയുടെ ഏറ്റവും വലിയ സ്മോൾ ക്യാപ് ഫണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫണ്ടിന് ഇപ്പൊ നല്ല പെർഫോമൻസ് ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിലും മൈക്രോ ക്യാപ് സ്റ്റോക്സിൽ മീനിങ് അലോക്കേഷൻ ചെയ്യുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയേക്കാം. ഇനി ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട് ഇയോം വരുന്ന ഏകദേശം 27,000 കോടിയാണ്. അപ്പൊ ഇത് നമ്മൾ താരതമ്യം നോക്കുവാണെങ്കിൽ സൈസ് ചെറുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് മൈക്രോ ക്യാപ് സ്പേസിലേക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ടായേക്കാം. ഇനി റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസിലേക്ക് വരുമ്പോൾ ഷാർപ്പ് റേഷ്യോ അതിൽ സോർട്ടിനോ റേഷ്യോയുടെ ബേസിൽ ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട് ആണ് ക്ലിയർ വിന്നർ. എന്നാൽ ഇവിടെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോയിൽ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ടിന് ചെറിയ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട് റിലേറ്റീവ്ലി കൂടുതൽ ക്യാഷ് ബഫർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മാർക്കറ്റ് കറക്ഷൻ വരുമ്പോൾ പോർട്ട്ഫോളിയോക്ക് കുറച്ച് സ്റ്റെബിലിറ്റി നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്നാൽ സ്ട്രോങ് ബുൾ മാർക്കറ്റ് ടൈമിൽ ഈ ക്യാഷ് അലോക്കേഷൻ റിട്ടേൺസിൽ ചെറിയ ഡ്രാഗ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് കൂടുതൽ അഗ്രസീവ് ഇക്വിറ്റി അലോക്കേഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബുൾ മാർക്കറ്റ് ടൈമിൽ ഇത് ഫണ്ടിന് ഒരു അഡ്വാൻറ്റേജ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലാണ്. എന്നാൽ ഹിസ്റ്റോറിക്കലി ഫണ്ട് ലോ പോർട്ട്ഫോളിയോ ടേൺ ഓവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഫണ്ട് മാനേജേഴ്സ് അവരുടെ ഹൈ കൺവേർഷൻ സ്മോൾ ക്യാപ് സ്റ്റോക്സ് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നുണ്ടെന്നാണ്. പിന്നെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഈ രണ്ട് ഫണ്ടും അവരുടെ പോർട്ട്ഫോളിയോയിൽ ഏകദേശം 250 സ്റ്റോക്സോട് വെൽ ഡൈവേഴ്സിഫൈഡ് ആണ്. കൂടാതെ രണ്ട് ഫണ്ടും എക്സലന്റ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഈ രണ്ട് ഫണ്ട്സും കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം പോർട്ട്ഫോളിയോ ഓവർലാപ്പ് 60% താഴെയുള്ളൂ. അതുപോലെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് യൂണിവേഴ്സും ക്വൈറ്റ് ഡിഫറെന്റ് ആണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പേർപ്പസിന് കവർ ചെയ്താണ്. അപ്പൊ നിങ്ങളൊരു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ റിട്ടേൺസ് മാത്രം നോക്കിയിട്ട് ഒരു ഫണ്ട് സെലക്ട് ചെയ്ത് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ഇവാലുവേറ്റ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.